ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം എടുത്തുമാറ്റി പകരം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിൽ ശിലാഫലകം സ്ഥാപിച്ചു. അടിപൊളിയല്ലേ? കണ്ണൂർ പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിന് പുറത്ത് 2015 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പാത്വേയിലെ ശിലാഫലകമാണ്, നടപ്പാതയിലെ ശിലാഫലകമാണ് മാറ്റിവെച്ചത്. ടൂറിസം വകുപ്പ് കഴിഞ്ഞിടെ നടപ്പാതയിൽ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വരികയും ചെയ്തു. കണ്ണൂർ പയ്യാമ്പലം തീരത്തിനോടടുത്ത് ഗസ്റ്റ് ഹൌസിന് സമീപം ഒരു പാത്വേ നിർമ്മിച്ചിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തത് 2015 അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ്. ആ ശിലാഫലകം ഇവിടെ നിന്നും എടുത്തു മാറ്റി പുതിയൊരു ശിലാഫലകം ഇവിടെ സ്ഥാപിച്ചു. അത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു എന്ന പേരിലാണ് ശിലാഫലകം സ്ഥാപിച്ചത്. അപ്പോൾ പഴയത് മാറ്റി പുതിയത് വെച്ചു. അതിനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. ഈ ശിലാഫലകം അപ്പുറത്ത് എവിടെയോ കൊണ്ടിട്ടു, അവിടെ നിന്നും എടുത്തുകൊണ്ട് വരികയാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. കണ്ണൂർ DCC പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വേസ്റ്റിന്റെ ഭാഗത്തായിട്ട് ചൂലിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഫലകം കണ്ടത് ഇവിടെ യാത്ര പോയ ഇതിന്റെ ടൂറിസം കാണാൻ വേണ്ടി നടപ്പാതയിലേക്ക് വന്ന ആളുകൾ, സഞ്ചാരികൾ ആണ് ഞങ്ങളെ അറിയിക്കുന്നത്. ഞാനിവിടെ വരുമ്പോൾ വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. ഈ ശിലാഫലകം മറച്ചു വെച്ചിരിക്കുന്നു, അതിന് മുകളിൽ ചൂല് വെച്ചിരിക്കുന്നു. ഇവർക്ക് റിയാസിന്റെ ശിലാഫലകം വെക്കണമെങ്കിൽ വെച്ചോട്ടെ, അതിനിത് മാറ്റണ്ടോ? ഇവിടെ കൃത്യമായി നമ്മളിപ്പോ ഈ വെച്ച സ്ഥലത്ത് സ്ഥലമുണ്ടല്ലോ, എന്തിനാണ് ഇത് എടുത്തു മാറ്റുന്നത്? അപ്പോൾ 2015 ഇത് തുടക്കം കുറിച്ചത്, അത് ഉമ്മൻചാണ്ടി സാറാണ് തുടക്കം കുറിച്ചത് എന്ന് ജനങ്ങൾ അറിയും. റിയാസ് ഇപ്പൊ എന്ത് പണിയാണ് എടുക്കുന്നത്? റീൽസ് അല്ലേ? എട്ടുകാലി മൺമൂഞ്ഞിന്റെ പരിപാടിയല്ലേ പുള്ളി ഏറ്റെടുത്ത് നടക്കുന്നത്? പിന്നെ ഇവിടെയുള്ള DTPC ചെയർമാൻ ഉണ്ട്, ഒരു കലക്ടർ. അയാളോട് ഒരു കാര്യം ഞങ്ങൾ പറയാറില്ല. അയാൾ ഏജന്റാണ്, CPMന്റെ ഏജന്റാണ് അയാള്. ശക്തമായ പ്രതിഷേധമാണ് ഈ കോൺഗ്രസിന്റെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് ഇവിടെ നിന്ന് മാറ്റാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാഴ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.